ലാലു സമയത്ത് എന്തെങ്കിലും കഴിച്ചു കാണുമോ എന്തോ. ഷൂട്ടിംഗ് തിരക്കിൽപ്പെട്ടു പോയാൽ പിന്നെ അവന് ഭക്ഷണ കാര്യമൊന്നും ശ്രദ്ധിക്കില്ല. ആന്റണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓറഞ്ചെങ്കിലും ലാലുവിന്റെ കയ്യിൽ നിർബന്ധിച്ചു കൊടുക്കണമെന്ന്. ഉച്ചയ്ക്കുള്ള ചോറ്റുപാത്രം മറന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ട മകന്റെ കാര്യമോർത്ത് ആശങ്കപ്പെടുന്ന അമ്മമാരെ പോലെ ശാന്തകുമാരി പറഞ്ഞുകൊണ്ടേയിരുന്നു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാകുമ്പോൾ തിരുവനന്തപുരത്തെ മുടവൻ മുകളിലെ വീട്ടിലിരുന്ന അമ്മയ്ക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: ലാലു എന്തെങ്കിലും കഴിച്ചു കാണുമോ? മലയാള സിനിമയുടെ അഭിമാനമായി മകൻ വളർന്നു കഴിഞ്ഞെന്നും അഭിനയത്തിന്റെ കൊടുമുടികൾ കീഴടക്കുകയാണെന്നും അറിയാത്തതുപോലെയാകും ചില നേരം ശാന്തകുമാരിയുടെ പെരുമാറ്റം. ചെറിയ ആൺകുട്ടികളെ കാണുമ്പോൾ അമ്മ പറഞ്ഞിരുന്നത് എന്താണെന്നല്ലേ? ലാലുവിനും ഒരു 8 വയസ്സ് മതിയായിരുന്നു, എങ്കിൽ അവൻ ദൂരേക്കൊന്നും പോകാതെ എപ്പോഴും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നേനെ. സ്നേഹവാത്സല്യം കൊണ്ട് ശ്വാസം മുട്ടിക്കുക. ചില അമ്മമാരെ കുറിച്ച് അതിശയോക്തിപരമായി അങ്ങനെ പറയാറുണ്ട്. മലയാളത്തിന്റെ മഹാതാരം മോഹൻലാലിന്റെ അമ്മ അക്ഷരാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു. ലാലുവിനെ പോലൊരു മകനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണല്ലേ എന്ന് പലപ്പോഴും തുറന്നു പറയാറുണ്ടായിരുന്നു അമ്മ. ഉള്ളിലുള്ളത് എന്തും അങ്ങനെ തന്നെ പുറത്തു പറയുന്ന പ്രകൃതമായിരുന്നു ശാന്തകുമാരിയുടേത്. സ്നേഹപ്രകടനവും അങ്ങനെ തന്നെ. എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ല. ക്യാമറയ്ക്ക് പുറത്ത് അധികം വാചാലനല്ല, എങ്കിലും അമ്മയുടെ അടുത്ത് പഴയ കുറുമ്പും സ്നേഹവും ഒക്കെ കാട്ടും. അമ്മയ്ക്ക് പക്ഷേ അത് പോരെന്നുള്ള തോന്നലായിരുന്നു. സിനിമാ നടനായ ശേഷം ലാലുവിന് പഴയ സംസാരവും കുസൃതിയും ഒന്നുമില്ല, വലിയ ഗൗരവക്കാരനായിപ്പോയി. അമ്മ പരിഭവം പറയും. ലാലുവിന്റെ അഭിനയ മികവ് അറിയുമായിരുന്നെങ്കിലും ഒരു പ്രേക്ഷകയെ വിലയിരുത്താനൊന്നും അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല. സിനിമയിൽ ലാലുവിനെ ആരെങ്കിലും അടിക്കുന്നതോ വെട്ടുന്നതോ കണ്ടാൽ തിയേറ്ററിൽ ഞാൻ തല കുനിച്ചിരിക്കും. ട്രാജഡി സിനിമകൾ കാണുകയേയില്ല. ഇങ്ങനെയൊക്കെയാണ് അമ്മ പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്ത് മഹാനടന്റെ അമ്മയായി ജീവിക്കുമ്പോഴും പലപ്പോഴും ഒരു തനി നാട്ടിൻപുറത്തുകാരി അമ്മയുടെ മനസ്സായിരുന്നു ശാന്തകുമാരിക്ക്. എങ്കിലും ഈ അമ്മയെ വേദനിപ്പിക്കാനും ചില മനുഷ്യരുണ്ടായി. വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ച് മോഹൻലാലിന് ഷൂട്ടിങ്ങിനിടയിൽ വലിയ അപകടമുണ്ടായി എന്ന് എത്രയോ വട്ടം പറഞ്ഞ് അമ്മയെ വേദനിപ്പിച്ചവരുണ്ട്. മോഹൻലാലിനുള്ള പല ഗുണങ്ങളും ഈ അമ്മയിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയാം. എന്തിന് ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പാനുമുള്ള വൈദഗ്ധ്യം പോലും. നല്ലൊരു പാചക വിദഗ്ധ കൂടിയായിരുന്നു ശാന്തകുമാരി. അമ്മ എത്ര സ്നേഹം നൽകിയോ അതിനിരട്ടിയായി തന്നെ മോഹൻലാൽ മടക്കി നൽകി. പ്രത്യേകിച്ചും അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ച കാലത്ത് അമ്മയ്ക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി, വിദഗ്ധ പരിചരണവും സംരക്ഷണവും നൽകി. പെറ്റമ്മമാരെ ഭാരമായി കാണുന്ന മക്കളുടെ എണ്ണം പെരുകുന്ന ഇക്കാലത്ത് മോഹൻലാൽ ഏറ്റവും നല്ല മക്കളിൽ ഒരാളായി. തൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാതെ ആയെന്നും ചലിക്കാൻ പറ്റില്ലെന്നുമുള്ള സത്യങ്ങൾ മറന്ന് അമ്മയുമായി ദിവസവും ഫോണിൽ സംസാരിച്ചു. അമ്മയുടെ കണ്ണുകളിൽ നോക്കി തൻ്റെ ഉള്ളിലെ സ്നേഹം പങ്കുവച്ചു. അമ്മയെക്കുറിച്ച് വാതോരാതെ പറഞ്ഞു, എഴുതി.